കമ്മ്യൂണിക്കേഷൻ പാരഡോക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓവർലോഡ് പാരഡോക്സ്. ഈ രണ്ട് സിമ്പിൾ ടേംസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് കമ്മ്യൂണിക്കേഷൻ പാരഡോക്സ്? സംഭവം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ നടക്കുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ലൈക്ക് എവറി ഡേ ചേഞ്ചസ്. അപ്പം ഇത്രയധികം അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടും, അതായത് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇത്രയും അധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഈ സെക്ടറിൽ വന്നിട്ടും കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് എഫക്റ്റീവ് ആവുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്കിന്ന് ലോകത്ത് ഉള്ള ഏത് കോണിലുള്ള ആരെ വേണമെങ്കിലും നമുക്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, റൈറ്റ്? നമുക്ക് ഇമെയിൽ ഉണ്ട്, കോൾ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ടീംസ് ഉണ്ട്, സൂം ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇത്രയധികം ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിട്ടും എന്താ പറയുക, നമ്മൾ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ആളുകൾ തമ്മിലൊരു ഒരു ജെനുവിൻ കണക്ഷൻ ഇപ്പോഴും വരുന്നില്ല. അല്ലെങ്കിൽ ആ കണക്ഷൻ ഇപ്പോൾ കുറഞ്ഞു വരുവാണ്. അതുകൊണ്ടാണ് ഇതിനെ കമ്മ്യൂണിക്കേഷൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഓവർലോഡ് പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു വർക്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നമുക്ക് ഇമെയിൽ അയക്കണം, സേ നമ്മുടെ മാനേജറോ കോവർക്കറോ ആരെങ്കിലായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നു, കുറേ ടൈപ്പ് ചെയ്ത് വന്നിട്ട് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷനിലായിരിക്കും ഇമെയിൽ അയക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ഇത് ടൈപ്പ് ചെയ്യുന്നു, വായിച്ചു നോക്കുന്നു, ഓക്കെ ഇതിന്റെ ടോൺ ശരിയല്ല, അപ്പം നമ്മൾ വേർഡിങ് മാറ്റുന്നു. ഓൾറെഡി സിസ്റ്റം തന്നെ ഗ്രാമറും പരിപാടികളൊക്കെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു AI സപ്പോർട്ട് വെച്ച് ഇപ്പോൾ ആ ഓപ്ഷൻ ഔട്ട്ലേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളത് വെച്ച് എന്താ പറയുക, നല്ലൊരു വേർഡിങ് ആക്കി അയക്കുന്നു. നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് അയച്ചിട്ടും കിട്ടുന്ന ആൾക്ക് തന്നെ കുഴപ്പമെന്ന് മനസ്സിലാകാതെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓവർലോഡ് പാരഡോക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ 10 സെക്കൻഡ് ഒന്ന് കോൾ ചെയ്താൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ മാക്സിമം ഇൻപുട്ട് കൊടുത്തിട്ടും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓവർലോഡ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് ആലോചിക്കാറുണ്ട്, ലൈക്ക് ഞാൻ എന്താ പറയുക, ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ മിസ് കോൾ അടിക്കും. അതായിരുന്നല്ലോ ആദ്യത്തെ പരിപാടി. നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ മറ്റേ ഈ ടിൻറ്റുമോൻ ജോക്സും മറ്റേത് മറിച്ചും നമ്മൾ മെസ്സേജ് അയക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ഓർക്കുട്ട് വന്നത്. പിന്നെ ഫേസ്ബുക്ക് വന്നു. അത് ഫേസ്ബുക്ക് അന്ന് തുടങ്ങിയതും അന്നത്തെ ലേഔട്ടും ഇന്നത്തെ ലേഔട്ടൊക്കെ എങ്ങനെയാണെന്ന് എൻ്റെ പറഞ്ഞത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് മാറുന്നത്. ഈവൻ ഇൻസ്റ്റാഗ്രാം അത് ആദ്യം തുടങ്ങിയതും ഇന്നത്തെ ലേഔട്ട് ഓർത്ത് നോക്കി. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഇന്റർഫേസേ അല്ല ഇന്ന്. എന്ന് വെച്ചാൽ അതുപോലെ ടെക്നോളജിയിൽ എന്താ പറയുക, ഇതിന് പിറകിൽ ഇഷ്ടം പോലെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അവരിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി അവരിങ്ങനെ റിസർച്ച് ചെയ്ത് അവർ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടക്കുകയാണ്. ഇത്ര ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഈ ഒരു ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നുണ്ടോ? ഇല്ല. കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകുന്നുണ്ടോ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആളുകൾക്കൊരു കണക്ഷൻ ഇമ്പ്രൂവ് ആകുന്നില്ല. അതാണ് ഈ കമ്മ്യൂണിക്കേഷൻ പാരഡോക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.